എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് അലീനയാണ്. അലീന രാവിലെ വീട്ടിൽ ജോലിയൊക്കെ ഒതുക്കി അതിനുശേഷം ശരണ്യെ ഫോൺ വിളിക്കുവാണ്. എടി മോളെ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം ഉണ്ട്, എന്തിനാ ചേച്ചി എന്ന് ചോദിക്കുമ്പം എനിക്ക് അവിടെ വരെ വരാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അതിനാണോ, എങ്കിൽ പെട്ടെന്ന് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. വെക്കുന്നതിന് മുമ്പ് എടുത്ത് പറയുന്നുണ്ട് എന്നെ പറ്റിച്ചേക്കരുത്, വന്നേക്കണം എന്ന്. അന്നേരം ഞാൻ അച്ഛനോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് വന്നേക്കാം എന്ന് പറയുന്നു. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ശരണ്യ അമ്മയെ വിളിക്കും. എന്നിട്ട് പറയും എന്തേ ആലിനി ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാ ഇപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയ്യോ ആ കൊച്ചു വരുമ്പോൾ ഒന്നും കൊടുക്കാനില്ലല്ലോ, അവിടെ ചെന്ന് നമ്മൾ മൂക്കുമുട്ട് കഴിച്ചിട്ട് പോകുന്നതല്ലേ എന്ന് ശരണ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെക്കണമല്ലോ ആലിന് വരുമ്പം കൊടുക്കാൻ, അതിനുവേണ്ടി. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഗോവർദ്ധനെ വിളിച്ച് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, GSTയുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീന ചെല്ലുന്നത്. അപ്പോൾ അലീന കയ്യിലൊന്നും ഇല്ലാതെ ചെല്ലുന്ന കാണുന്നത് ആഗമനോദ്ദേശം പറഞ്ഞാട്ടെ എന്ന് പറയുവാണ് ബാലേന്ദ്രൻ. അന്നേരം അലീന ചോദിക്കും അതെങ്ങനെയാണ് അച്ഛന് മനസ്സിലായത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കയ്യിൽ എന്തെങ്കിലും ചായയോ ജ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ സോപ്പിടാൻ വേണ്ടിയാണ്, വെറുതെ വന്ന സ്ഥിതിക്ക് എന്നെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ വേണ്ടിയായിരിക്കും എന്ന് എനിക്കറിയാമെന്ന് പറയും. അന്നേരം അലീന പറയും അച്ഛാ അതിനൊന്നും വേണ്ടിയല്ല, എനിക്ക് ശരണ്യയുടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു, പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അവിടെ പോകാൻ എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അന്നേരം അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അല്ല ഇനിയിപ്പോൾ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാലും വരും വരായികളും അതിൻ്റെ അകത്തെ ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് അനുവാദം മേടിക്കും, അതുകൊണ്ട് ചോദിച്ചതായെന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ വേണ്ട കാര്യത്തിന് മാത്രമേ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അച്ഛൻ്റെ അടുത്ത് വാശി പിടിക്കാറുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആയിക്കോട്ടെ ഏതായാലും പോയിട്ട് വാ എന്ന് പറയുവാണ്. പിന്നെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ രോഹിത്തിൻ്റെ കൂടെ പോയിക്കോളാം, അവനില്ലെങ്കിൽ ഞാൻ ബസ്സിന് പോയിക്കോളാം എന്ന് പറയുന്നു. എന്നാൽ പോയിട്ട് വാ, പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വർക്കിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ അവിടെ അലീന നിൽക്കുക. അന്നേരം ഇനി എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കും. അന്നേരം അലീന പിന്നെയും പറയും എനിക്ക് ശരണ്യയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത്, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും അവളുടെ കാര്യം അച്ഛൻ മറന്നു കളഞ്ഞേക്കരുത്, രോഹിത്തിനൊരു ജീവിതം അവൾ തന്നതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഇതൊക്കെയല്ല അച്ഛൻ ഉള്ളൂ, അവളുടെ കാര്യം അച്ഛൻ ഓർത്തേക്കണം എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് അങ്ങനെയൊന്നുമില്ല, നീ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം ബഡ്ജറ്റിൽ നിന്ന് വെട്ടാൻ വെച്ചേക്കുന്ന പേര് അവളുടെയാണ് എന്ന് പറയുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും അലീന. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നീ ഇവിടുന്ന് പോയാലും അവൾക്ക് എത്ര വരെ പഠിക്കണോ അത്ര വരെ ഞാൻ പഠിപ്പിച്ചോളാം, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്നു. അന്നേരം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഓരോന്നുമായിട്ട് പറഞ്ഞ് എൻ്റെ തലയിലിട്ടിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് ഓർത്താണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഞാൻ എങ്ങോട്ട് രക്ഷപ്പെടാനാ അച്ഛാ, എനിക്ക് നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ, ഞാൻ അങ്ങോട്ട് പോകുമല്ലേ, അവിടുത്തെ ജോലി എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ നീ ചെല്ലേ എന്ന് പറയുന്നു. അലീന അങ്ങ് പോയി കഴിയുമ്പോൾ ബാലേന്ദ്രനാകെ വിഷമമാട്ടോ അലീന പോകുന്നതിൻ്റെ. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഏതായാലും അലീന താഴോട്ട് ഇറങ്ങി വന്ന് കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ തിരക്കാണ് എന്ന് പറഞ്ഞ് ബബിത കോളേജിലേക്ക് പോകാൻ തുടങ്ങും കേട്ടോ. പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ബബിതയ്ക്ക്, അങ്ങനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കഴിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അലീന ഇടുന്നൊക്കെ നോക്കുന്നു, ഭക്ഷണമൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ഇരുന്നിങ്ങനെ നോക്കിയിരിക്കുവാണ്. അത് കഴിഞ്ഞ് അലീന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരും. അന്നേരം സമയമില്ല എന്ന് പറഞ്ഞാൽ എന്നെ പേടിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ എടി ഞാൻ പോകാൻ വേണ്ടി തുടങ്ങിയതാണ്, അന്നേരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അലീന ചേച്ചി പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം കൃഷ്ണമോള് പറയുക എങ്കിലേ കുറച്ച് എൻ്റെ വായിലോട്ടൂടെ വെച്ച് തരാമോ, എനിക്കൂടെ ആ പണി അങ്ങ് തീർക്കാലോ എന്ന് പറയും. എങ്കിൽ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണമോളുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് അലീന വരുന്നു. ഇവരുടെ ഈ സ്നേഹവും സഹകരണമൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അതിനിടയ്ക്ക് രോഹിത്തും തേടി അവൻ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് കാണും, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പം അലാറം അടിക്കുന്ന ശബ്ദം ഞാൻ രാവിലെ കേട്ടതാ എന്ന് പറയും. അന്നേരം കൃഷ്ണമോള് പറയുക എങ്കിലേ അത് അടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്ന്. അന്നേരം അലീന രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് അതെ എനിക്കിന്ന് ശരണ്യയുടെ വീട് വരെ പോകണമായിരുന്നു, ഞാനൊന്ന് പോകും കേട്ടോ എന്ന് പറയും. അന്നേരം ചിരിച്ചുകൊണ്ട് ബബിത ചോദിക്കും ശരണ്യയെ കാണാനാണോ അതോ ഷാജിയേട്ടനെ കാണാനാണോ എന്ന് ചോദിക്കും. അന്നേരം ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ആ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ മനുവേട്ടന് ചൊറിയും, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും. അന്നേരം ആവശ്യമില്ലാതെ രണ്ടുപേരോട് ഇരുന്ന് പറയാതെ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോവാണ്. എന്തെങ്കിലും കൃഷ്ണമോൾക്ക് മതിയായി എന്ന് പറയും. അങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേക്കും ബബിത. അങ്ങനെ
രണ്ടുപേരൂടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി പോകാൻ റെഡിയാകുമ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് രോഹിത് ഇറങ്ങി വരുന്നത്. അന്നേരം ഇതുവരെ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിക്കുമ്പം ഭക്ഷണം കഴിക്കാതെ അലീന ചേച്ചി വിടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയതാണ്, ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും രോഹിത്തിനുള്ള ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് അലീന. രോഹിത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അലീന രോഹിത്തിനോട് പറയുവാണ്, രോഹിത്ത് ഞാനിന്ന് ശരണ്യയുടെ വീട്ടിൽ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന്. അന്നേരം ഉറപ്പായിട്ടും വന്നേക്കാം എന്ന് രോഹിത്ത് പറയും. എന്നിട്ട് ചോദിക്കും എപ്പോഴാണ് ചേച്ചി നമ്മൾ പോകുന്നത് എന്ന്. അന്നേരം പറയുവാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി വരാനേ സമയമുള്ളൂ, അപ്പോഴത്തേക്കും നമുക്ക് പോകാമെന്ന് പറയും. അന്നേരം രോഹിത്ത് പറയും അയ്യോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് താമസിച്ച് ചെല്ലാമെന്ന് കരുതിയതാണ്, പക്ഷേ അറ്റൻഡൻസ് ഇടണം, അതുകൊണ്ട് ഞാൻ കോളേജിൽ പോയി അറ്റൻഡൻസ് ഇട്ടിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് പോകാം അല്ലെങ്കിൽ നാളെ പോകാമെന്ന് പറയും. അന്നേരം അത് ശരിയാകില്ലടാ, ഇന്ന് തന്നെ പോകണം, അതുകൊണ്ട് ഞാൻ ബസ്സിന് പോയിക്കോളാം എന്ന് പറയും. അന്നേരം രോഹിത്ത് പറയും എങ്കിലൊരു കാര്യം ചെയ്യും, റെഡിയാകുക, ഞാനും അപ്പോഴത്തേക്കും റെഡിയാകാം, എന്നിട്ട് ചേച്ചീനെ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവിടാം, അവിടുന്ന് ഓട്ടോയ്ക്കോ ബസ്സിലോ ഒക്കെ പോകാമല്ലോ എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അലീന റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പം രോഹിത്ത് ചോദിക്കും ഇതെന്താ പെട്ടെന്നൊരു പോക്ക്, ശരണ്യെ കാണാൻ പെട്ടെന്ന് പോകുന്നത് എന്താ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും അവളെ അവസാനമായി കണ്ട് യാത്ര പറയണം, ഞാനിവിടുന്ന് പോകുമല്ലേ, പോകുന്ന കാര്യം തീരുമാനമായ സ്ഥിതിക്ക് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി, അതുകൊണ്ടായെന്ന് പറയും. ഭയങ്കര വിഷമത്തോടെയാണ് അലീന ഇത് പറയുന്നത്. അത് കേൾക്കുന്നതെങ്കിലും രോഹിത്തിനും ആകെ സങ്കടമാവും കേട്ടോ. അലീന അത് കഴിഞ്ഞ് റൂമിലോട്ട് കയറി പോകുമ്പോഴും രോഹിത്ത് ഇങ്ങനെ വിഷമിച്ച സ്റ്റെയർ കേസ് ഇങ്ങനെ ചാരി നിൽക്കുവാണ്. ഏതായാലും പറഞ്ഞ പോലെ തന്നെ അലീന ബസ്സിനാണ് ശരണ്യയുടെ വീട്ടിലോട്ട് പോകുന്നത്. ബസ് ഇറങ്ങിയ ശേഷം നടന്നു പോകുന്നതേക്കും പുറകിൽ നിന്ന് ഓടി വരും ഓമനക്കുട്ടൻ. അന്നേരം നീ എവിടെ പോയതായിരുന്നു, നീ ഇത് പെടുന്നു വന്നതാ എന്ന് ചോദിക്കുമ്പം ഞാൻ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു, ചേച്ചി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ഓടി പോകുന്നതാ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും ചേച്ചി ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ അല്ലേ എന്ന്. അന്നേരം പറ്റിക്കാൻ വേണ്ടി പറയും നിൻ്റെ വീട്ടിലോട്ടല്ല, ഞാൻ അപ്പുറത്തെ ആ ഷാജേൻ്റെ വീട്ടിലോട്ടായെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് പോകാൻ തുടങ്ങും. അന്നേരം ഇങ്ങ് വന്നേടാ, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് രണ്ടുപേരോട് വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. അങ്ങനെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം അമ്മ പുറത്ത് നിൽപ്പുണ്ട്, തുണിയൊക്കെ കഴിക്കൊണ്ട് നിൽക്കുവാണ്. അന്നേരം അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഇവനെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കും. അന്നേരം വഴി കിടന്ന് കിട്ടിയതാണ്, ഞാൻ പെറുക്കിക്കൊണ്ട് വന്നതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശരണ്യ അങ്ങോട്ട് വരും, ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അന്നേരം ശരണ്യയുടെ അമ്മ പറയും എൻ്റെ പൊന്നടി അത് മതി, അതിനിട്ട് അളിക്കാതെ, അതിൻ്റെ ഡ്രസ്സൊക്കെ ചുരുളും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ റൂമിലിരുന്ന് ചേച്ചിയുടെ ശബ്ദം കേട്ടു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറയും. അവരകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അകത്തുനിന്ന് ഗോപനും ഇറങ്ങി വരും. അന്നേരം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന ചോദിക്കുമ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ഗോപൻ പറയും. അന്നേരം ഗോപന് ഇതുപോലത്തെ ക്രിക്കറ്റും പരിപാടി ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഗോപൻ പറയും ഞാൻ കളിക്കാൻ പോകാറുണ്ട്, പക്ഷേ ഫുട്ബോളാണ്, അത് വൈകിട്ടാണ് കളിക്കാൻ പോകുന്നത് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും ഫുട്ബോളിൻ്റെ എന്താണ് റോള്, ഗോള് അടിക്കുന്ന ആളുടെ റോളാണോ അതോ ഗോള് പിടിക്കുന്ന ആളുടെ റോളാണോ എന്ന് ചോദിക്കും. അന്നേരം ഓമനക്കുട്ടൻ പറയുവാണ് സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുടെ റോളാണ് എന്ന്. അന്നേരം രണ്ടുപേരോട് വഴക്കുണ്ടാക്കുകയെ. അന്നേരം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് രണ്ടുപേരും എപ്പോഴും ഈ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്, രണ്ടുപേരും കളിക്കുന്നത് ബോൾ കൊണ്ടാണ്, ഒരെണ്ണം വലിയ ബോളും ഒരെണ്ണം ചെറിയ ബോളും ആണെന്നുള്ളൂ, ടീമിലും 11 കളിക്കാരും ഉണ്ട്, എങ്കിലും തർക്കത്തിന് കുറവൊന്നുമില്ല എന്ന് പറയുന്നു. ശരിയല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ഉത്തരം വളരെ കറക്റ്റാണ്, 10 മാർക്കും തന്നേക്കാം എന്ന് ഗോപം പറയുന്നുണ്ട്. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ശരണ്യയും ഓമനക്കുട്ടനും അലീനയും കൂടി ഇരുന്ന് അവർ ടൂർ പോയായിരുന്നല്ലോ, ടൂർ പോയെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കറങ്ങാൻ പോയായിരുന്നല്ലോ, അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. ചിന്നുമോളെ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരണ്യ നോക്കുക അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്നെ മറന്നു പോയായിരുന്നായിരിക്കും അല്ലേ എന്ന്. അന്നേരം മിണ്ടാതിരുന്ന് കാണടി എന്ന് പറയുന്നുണ്ട് അലീന. കുറേ കഴിയുമ്പോഴേക്കും അമ്മ ഫുഡെല്ലാം എടുത്തു വെച്ചിട്ട് വിളിക്കും ശരണ്യയും അലീനയും കൂടി എല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നല്ല മീൻകറിയാണെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അന്നേരം ശരണ്യ പറയും ഞാൻ സഹായിക്കാറുണ്ട് എന്ന്. അന്നേരം ശരണ്യയുടെ അമ്മ പറയുക ശരിയാ, മുളകിൻ്റെ ഞെട്ട് പറിച്ച് തരാറുണ്ട്, ഉള്ളി പൊളിച്ച് തരാറുണ്ട്, അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുവേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അലീന പറയുവാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ ഇപ്പം നിൽക്കുന്ന വീട്ടിൽ നിന്ന് പോകുവാണ് എന്ന് പറയും. അയ്യോ മോളെ അതെന്തിനാ എന്ന് ശരണ്യയുടെ അമ്മ ചോദിക്കുമ്പം അവിടുത്തെ ജോലി കഴിഞ്ഞു, അതുകൊണ്ടാണ് വേറെ ഒരു ജോലി സ്ഥലം കണ്ടെത്തിയത് എന്ന് പറയുമ്പം അതെവിടെയാണ് എന്ന് ചോദിക്കും. കുളത്തുപുഴയാണ് എന്ന് പറയും. അപ്പോൾ ഒരുപാട് ദൂരമാണല്ലോ അതൊക്കെ പറയുന്നതെങ്കിൽ ആകെ വിഷമമായി ശരണ്യ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. അന്നേരം അലീന അവരോടായിട്ട് പറയും നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അവളെ ആശ്വസിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന്. പുറകെ അലീനയും ചെല്ലുന്നു. അത് കഴിഞ്ഞ് ശരണ്യോട് ചോദിക്കും എന്താ മോളെ നീ ഇങ്ങനെ ചെയ്യുന്നേ എന്ന്. അന്നേരം ശരണ്യ പറയും ചേച്ചി പോവുകയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ പേടിയാകുവാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുവാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇവിടെ നിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം ശരണ്യ പറയും അവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും,
ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയത് ചേച്ചിയെ കണ്ടതിന് ശേഷമാണ്. ഇനി ചേച്ചി ഒരുപാട് ദൂരേക്ക് പോകുമ്പം എന്നെ മറന്നു പോവുക, ഇനി ചേച്ചി വന്നില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പം അലീന പറയും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഞാൻ മാസത്തിലൊരിക്കൽ വന്നാൽ പോരെ എന്ന് ചോദിക്കും. അന്നേരം മാസത്തിൽ 2 പ്രാവശ്യം വരാൻ പറ്റുമോ എന്ന് ശരണ്യ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അവിടുത്തെ ജോലിയും രീതികളും ഒന്നും എനിക്കറിയത്തില്ല, ഏതായാലും ഞാൻ നിന്നെ മറന്നു പോകത്തൊന്നുമില്ല, നിന്നെ കാണാനായിട്ട് ഞാൻ വരും. പക്ഷേ നീ എനിക്കൊരു ഉറപ്പ് തന്നെ, നിന്നെ എപ്പോഴും പോസിറ്റീവായി നിൽക്കണം, പഠിച്ച് നല്ല മിടുക്കിയായിട്ട് നീ നിൻ്റെ ജീവിതത്തിൽ വിജയിക്കണം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നീ വിജയിച്ചാൽ ഞാൻ വിജയിക്കും, നീ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഞാനും തോറ്റുപോകും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശരണ്യ പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറേ ശരണ്യ ഉപദേശിക്കുന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീന മനുവിൻ്റെ വീട്ടിൽ പോയി ഇറങ്ങുന്ന ആട്ടോ കാണിക്കുന്ന ഓട്ടോയിൽ. അന്നേരം ഫ്രണ്ടിൽ തന്നെ മനു ഉണ്ടായിരുന്നു. മനു വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ ചോദിക്കും. എല്ലാവരോടും യാത്ര ചോദിക്കാനാണ് എന്ന് അറിയുമ്പോഴത്തേക്കും മനുവിന് ഭയങ്കര പരിഭവമാണ്. പെട്ടെന്ന് പോവുകയാണല്ലോ, അതൊന്നും മനു അറിഞ്ഞില്ലല്ലോ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിൻ്റെ പരിഭവമൊക്കെ മനു കാണിക്കുന്നുണ്ട്. പിന്നെ വൈജയന്തി കയറി കാണുന്നു. വൈജയന്തി കുറേ പ്രാക്കും എന്നെ കുറേ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അലീന നീ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്നോട് ചെയ്തതിന്, ഇവിടെ പോയാലും രക്ഷപ്പെടില്ല എന്നൊക്കെയാണ് അലീനയോട് വൈജയന്തി പറയുന്നത്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഒരു 23 വർഷം മുമ്പ് എന്നെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളും വേറൊരു ജീവിതം ജീവിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിങ്ങനെ തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. അതുപോലെ വീട്ടിൽ ബാലേന്ദ്രൻ മക്കളെ 3 പേരെയും വിളിച്ചു നിർത്തിയിട്ട് അവരോട് പറയുന്നുണ്ട് നാളെ അലീന ഇവിടുന്ന് പോകുവാണ് എന്ന്. എന്നിട്ട് കൃഷ്ണമോളോട് എടുത്തു പറയും അവൾ ഇവിടുന്ന് പോകാനുള്ള കാരണം എന്താണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന നിനക്കാണ് എന്ന്. അന്നേരം അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന രോഹിത്തും ബബിതയും കൃഷ്ണമോളെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.